ബാഴ്സലോണയിൽ നിന്നതുകൊണ്ടല്ലേ മെസ്സിക്ക് ഈ കണ്ട ട്രോഫി അത്രയും കിട്ടിയതെന്ന് ചോദിക്കുന്നവരോടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനേക്കാളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെസ്സി ഫുട്ബോൾ കളിച്ചത് കൊണ്ടല്ലേ, കളിച്ചില്ലായിരുന്നെങ്കിൽ ഇതുവല്ല ഉണ്ടാവുമായിരുന്നു എന്ന് ചോദിക്കുന്നതാണ്. ഇതുപോലത്തെ സില്ലി ആർഗ്യുമെന്റ്സ് ഒന്നും കൊണ്ടുവരരുത്. ഒന്ന്, ബാഴ്സലോണയും മെസ്സിയും എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി മോഡേൺ ഫുട്ബോളിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്ലബ്ബിൽ തന്നെ നിൽക്കുക എന്നുള്ളതൊന്നുമില്ല. പൈസ കിട്ടുന്നത് എവിടെയാണോ അവിടേക്ക് പോകും, അതിലൊരു കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ മെസ്സിയൊക്കെ നമുക്ക് കാണിച്ചു തന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്. മെസ്സിക്ക് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആഗ്രഹിച്ചുകൊണ്ടല്ല ബാഴ്സലോണ വിട്ടത്. അവനൊരു ക്ലബ്ബ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവന് ആരോടെങ്കിലും ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാഴ്സലോണയോടാണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ബാഴ്സലോണയിലായതുകൊണ്ടല്ലേ എല്ലാം ഈസി ആയെന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ബാഴ്സലോണ കളിക്കുന്ന ലീഗ് ഏതാണെന്നും, ആ ലീഗിൽ ഒരു വൻ ടീമുണ്ട്, ലോകം മുഴുവൻ പേടിക്കുന്ന റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ടീം കളിക്കുന്നത് ലാ ലീഗയിലാണ്. അത് ബാഴ്സലോണയ്ക്കെതിരെയാണ് മെയിൻ മത്സരങ്ങൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ലീഗിൽ അത്ര ഈസി ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതെന്താ ഈ സമയത്തെല്ലാം റയൽ മാഡ്രിഡ് ഉറങ്ങാൻ പോയാ? എടാ, മെസ്സിക്കും ബാഴ്സലോണയ്ക്കും എല്ലാം ഈസി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവർ ട്രോഫി അടിച്ചുകൊണ്ടിരിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ആ അവസാന സമയങ്ങളിൽ മെസ്സിയും ബാഴ്സലോണയും ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം ട്രോഫി അടിച്ചുകൊണ്ടിരിക്കേണ്ടതല്ലേ? അങ്ങനെയൊന്നും അല്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ പറയാം, സാവി, ഇനിയസ്റ്റ, ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്തല്ലേ പറ്റുള്ളൂ. അവരുള്ള സമയത്ത് മാത്രമൊന്നുമല്ലല്ലോ, അവരില്ലാത്ത സമയത്തും ട്രോഫീസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പറയുമ്പോൾ റീസൺസ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. പക്ഷേ അതിനിടയിലേക്ക് ഫുട്ബോളിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് ബാഴ്സലോണയും മെസ്സിയും എന്നും പറയുന്നത്. അതിനെ അങ്ങനെ എന്നുള്ള രീതിയിൽ കാണരുത്. പിന്നെ ഇപ്പോഴത്തേക്ക് ഫുട്ബോളിൽ ഒരു ക്ലബ്ബ് വിട്ട് പൈസയ്ക്ക് തേടി ഓടുന്നത് പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരാൾ പക്ഷെ അത്രയും കാലം ഒരു ക്ലബ്ബിൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലബ്ബ് അവൻ എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് അവൻ്റെ ആ ലാസ്റ്റ് സ്പീച്ചിന് സമയത്ത് അവൻ നിൽക്കുമ്പോൾ കരഞ്ഞ കരച്ചിൽ മാത്രമാണ് ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ്. സോ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ഹൗ യു ലവ് യുവർ ക്ലബ്ബ് എന്നുള്ളതും കൂടെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക, അതിന് ലോയൽറ്റി എന്നും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടപ്പാ. അതൊക്കെ ഒരു ഡിബേറ്റായിട്ട് എടുക്കണോ?